ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ PG ഡോക്ടർമാരും ഹൗസ് സർജൻസും പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. പ്രധാനമായിട്ട് അവർ ഉന്നയിക്കുന്നത് അവർക്ക് അമിത ജോലി ഭാരം ഇല്ലാതാക്കാൻ യാതൊരു നടപടിയും ബന്ധപ്പെട്ട വകുപ്പ് സ്വീകരിക്കുന്നില്ല എന്നാണ്. ഇനിയും ഈ ഒഴിവുകൾ നികത്താതെ മുന്നോട്ട് പോകാനാകില്ലെന്നും പ്രതിഷേധ സമരം ശക്തമാക്കുമെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. രതീഷ് വാസുദേവനോട് വിവരങ്ങളുമായിട്ട്. രതീഷ്, കടുത്ത നിലപാടിൽ തന്നെയാണോ സംഘടന? തീർച്ചയായും നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ട മലബാറിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ കേന്ദ്രം എന്ന നിലയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിനുള്ള പ്രാധാന്യം ഏറെയാണ്. പക്ഷേ ആ പ്രാധാന്യത്തിൽ ആരോഗ്യ പ്രവർത്തനങ്ങളെ ആ ആശുപത്രിയിലെ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ അതിനെ കാണുന്നില്ല എന്നതാണ് ഈ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആക്ഷേപം. ഈ PG സ്റ്റുഡൻസിനും ഹൗസ് സർജന്മാർക്കും ഒക്കെ വേണ്ട സഹായികളായിട്ടുള്ള അല്ലെങ്കിൽ അവരെ അനുബന്ധമായി സഹായിക്കേണ്ട ജീവനക്കാരുടെ കുറവാണ് വലിയ പ്രതിഷേധത്തിലേക്കും വലിയ പ്രശ്നങ്ങളിലേക്കും പോകുന്നത്. 250ഓളം ഹൗസ് സർജന്മാർ ഉൾപ്പെടെയാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. പക്ഷെ അവർക്ക് ഈ അവരുടെ സഹായികളായിട്ടുള്ള ആളുകൾ 10 പേരെയാണ് നിയമിച്ചിട്ടുള്ളത്. NSIR എന്ന് പറയുന്ന ഒരു തസ്തിക ഉണ്ട്. ആ തസ്തികയിൽ 125 പോസ്റ്റാണ് ഉള്ളത്. പക്ഷെ അതിൽ 10 പേർ മാത്രമാണ് നിയമിതരായിട്ടുള്ളത്. പക്ഷെ ആ ആളുകൾ വരാതിരിക്കാനും കുറെ കാരണങ്ങളുണ്ട്. അവർക്ക് മതിയായ വേതനം ഒന്നുമില്ല എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. മറ്റു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ PG സ്റ്റുഡൻസിനും ഹൗസ് സർജന്മാർക്കും ഒരു വർക്കിംഗ് മാനുവൽ ഇല്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം, ഗുരുതരമായ കാര്യം. കാരണം ആരൊക്കെ എന്തൊക്കെ ജോലി ചെയ്യണം, ഈ വാക്സിനേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ആ വർക്കിംഗ് മാനുവൽ ഇല്ല എന്ന ആക്ഷേപം കൂടി ഈ സമരക്കാർ ഉയർത്തുന്നുണ്ട്. ഓക്കെ രതീഷ്, ഓക്കെ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് PG ഡോക്ടർമാരും ഹൗസ് സർജന്മാരും പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു രതീഷ് വാസുദേവൻ.